ഹായ് എവരിവൺ, ശിവദ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആൻഡ് ഹെൽത്തി ആയിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിൻ്റെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും റെസിനേറ്റ് ആവണമെന്നില്ല. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്, എപ്പോഴാണ് കാണുന്നത് അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക്, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ട് നിങ്ങളിലേക്ക് വരുമോ? പിന്നെ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്നും വിട്ട് നിങ്ങളിലേക്ക് വരുമോ? അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സൈൻസ് പറഞ്ഞാൽ ഏരിസ്, ലിയോ, പൈസിസ്, അക്വേറിയസ്, ടോറസ്, ലിബ്ര, എർത്തനൽ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, മേടം, ചിങ്ങം, മീനം, കുംഭം, ഇടവം, തുലാം, കന്നി, മകരം. നമ്പേഴ്സ് പറയുകയാണെങ്കിൽ 4, 5, 10, 6, 5, 11, 12. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് കാണുന്നത് ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഈ വ്യക്തിക്ക് ഈ പേഴ്സണ് ഒരുപാട് പ്രശ്നങ്ങളാണെന്നാണ് കാണുന്നത്. അവർ അതിൽ നിന്ന് മാറിപ്പോരാനാണ് ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല. പല തടസ്സങ്ങളും ഇവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല. അവിടെ പ്രശ്നങ്ങളാണ്. പല സാഹചര്യങ്ങളും അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു. പോരാത്തതിന് ഇവർക്കിപ്പം സാമ്പത്തികമായിട്ടും പ്രശ്നങ്ങളാണ്, ആരോഗ്യപരമായിട്ടും പ്രശ്നങ്ങളാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെയാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തി ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നു, പുതിയൊരു നല്ല ജീവിതം, സന്തോഷമുള്ള ജീവിതം, നിങ്ങളുമായിട്ട് ഒരു സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു പോരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് പോരാൻ പറ്റാത്ത ഏതൊക്കെയോ സാഹചര്യങ്ങൾ ഈ വ്യക്തിയെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഈ വ്യക്തി ഒരു ജസ്റ്റിസ് വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊരു ജസ്റ്റിസ് വേണം. അവർ പല സന്തോഷമുള്ള ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവർക്ക് മുന്നോട്ട് പോകാൻ ഇവരെ സാമ്പത്തികം സഹായിക്കുന്നില്ല, അവർ ആരോഗ്യം സഹായിക്കുന്നില്ല, ചുറ്റുപാടുകൾ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നതെന്നാണ് കാണുന്നത്. പക്ഷേ അവർക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല, അതിൽ നിന്ന് വിട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ പ്രശ്നങ്ങളാണെന്നാണ് കാണുന്നത്. മുന്നോട്ട് പോരും തോറും തടസ്സങ്ങളാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്, അവർ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ഒരു ടെമ്പറൻസ് ആണ് ഇവിടെ 4 വാണ്ടിന് വേണ്ടി കിട്ടിയത്. ക്ലാരിഫൈ ചെയ്തിട്ട് എല്ലാ കാര്യവും ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തിരിച്ചറിവുണ്ട്. അവർ ഒരു നല്ലൊരു കുടുംബജീവിതം, ഒരു ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ബാലൻസിങ്ങിലേക്ക് വരണം എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായി, നിങ്ങൾ വളരെ ലവബിളാണ്, കെയറിങ് ആണ്, അതുകൊണ്ട് തന്നെ പഴയതുപോലെ ആകണം, ഒരു പുതിയ ജീവിതത്തിലേക്ക് വരണം, പുതിയ ജീവിതം ഉണ്ടാക്കി എടുക്കണം എന്ന് ഇപ്പോൾ അവർക്ക് ഒരു ബോധ്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയത്. ഒരു 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. 5 ഓഫ് കിങ് ഓഫ് പെൻറ്റിക്കിൾ. അപ്പോൾ ഈ പല സ്ഥലത്ത് ചിലപ്പോൾ അവർ എവിടേക്കോ സാമ്പത്തികമൊക്കെ കൊടുത്തിട്ടിട്ടുണ്ടാവും. ആർക്കെങ്കിലുമൊക്കെ ഈ സാമ്പത്തികം ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് തന്നെയായിരിക്കും ഏതൊരു തരത്തിൽ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ അത് കിട്ടാത്തൊരവസ്ഥ, അതിനു വേണ്ടി അവരോട് ചോദിക്കുകയോ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ തിരിച്ച് ചോദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ എന്തേ പ്രശ്നം വന്നപ്പോൾ ഇത്ര കാര്യങ്ങൾ പൈസയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തതല്ലേ, നിനക്ക് തന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. സാമ്പത്തികമായ കാര്യത്തിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ കാര്യം പറയുകയോ ചോദിക്കുകയോ അല്ലെങ്കിൽ ഏതേ രീതിയിൽ അതിനു വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 10 ഓഫ് കപ്പ്. എന്ന് പറഞ്ഞാൽ ഒരു 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അവരുമായിട്ട് ഒരുമിച്ച് ഒരുപാട് സന്തോഷം അനുഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ
ഇപ്പോൾ അവർക്ക് അവിടെ ദുഃഖമാണ് അനുഭവപ്പെടുന്നത്. അവരിപ്പോൾ ആ സ്ഥലത്ത് നിന്ന് എത്രത്തോളം സന്തോഷം അനുഭവിച്ചിരുന്നോ ആ സ്ഥലത്ത് നിന്ന് അവർക്ക് ഇപ്പം ഒരുപാട് വേദനയാണ്, ഹൃദയം മുറിയുന്ന വേദനയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഉറക്കെ കരയാനൊക്കെ തോന്നും. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം പോലും ഇല്ലാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന അത്രയും ആ സ്നേഹം കൊടുത്ത സ്ഥലത്ത് നിന്ന് അവർക്ക് തിരിച്ചടി കിട്ടിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരതുകൊണ്ട് തന്നെ ഒരുപാട് വേദനിക്കുന്നു എന്നാണ് ഹൃദയം കീറി മുറിയുന്ന വേദനയാണ് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പം എല്ലാ സ്ഥലത്തു നിന്നും മാറിപ്പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ സ്ഥലത്ത് നിന്നും അവിടെ ഒരു കെട്ടിവെച്ചൊരവസ്ഥയിലാണ് അവരെ ആ ബന്ധനത്തിലാക്കി വെച്ച ഒരവസ്ഥയിൽ നിന്ന് അവർ മാറിപ്പോകണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ബന്ധനത്തിൽ നിന്ന് അവർക്ക് മാറിപ്പോകണം, അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ആ തേർഡ് പാർട്ടിയുടെ കൂടെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അതിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ക്യൂൻ ഓഫ് കപ്പ്. അപ്പം ഒരുപാട് സ്നേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു, കൊടുത്ത സ്നേഹവും കെയറിങ്ങും എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവിടെ തിരിച്ചു പോരേണ്ട ഒരു ഗതികേട്, അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയിൽ നിന്ന് തിരിച്ചു പോരേണ്ട ആ ഗതികേടിൽ തേർഡ് പാർട്ടിയെ വിട്ടു പോരുന്നൊരവസ്ഥ. അവിടുന്ന് പോരാൻ വേണ്ടി അവർ ഒരുപാട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ തേർഡ് പാർട്ടിയിൽ നിന്ന് വിട്ടു പോരാൻ വേണ്ടി അവർ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക. അവരുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരുപാട് സ്നേഹിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, മനസ്സ് നിറയെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ അവിടുന്ന് അവർക്ക് തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഒന്നുകിൽ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് തേർഡ് പാർട്ടിക്ക് ഇവരിൽ നിന്ന് പോകേണ്ടി വരും, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ പേഴ്സൺ തിരിച്ച് പോരേണ്ട ഒരു അവസ്ഥ, രണ്ടും ആണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ദുഃഖത്തിലാണെന്നാണ് കാണുന്നത്. പക്ഷേ ചിലപ്പോൾ മാനസികമായ പല അസുഖങ്ങളും ഒരു വിഷമാവസ്ഥയിൽ കൂടെ ഇവിടെ കാണുന്നത്, എല്ലാത്തിൽ നിന്നും ഒരു അസുഖമൊക്കെ പിടിച്ച് കിടക്കുന്ന വ്യക്തികളെയൊക്കെ കാണുന്നുണ്ട്. ഒരു ആങ്ഡമാൻ്റെ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ടത്, ഒന്നിനൊരു ഉത്തരം കിട്ടാത്തൊരവസ്ഥ. പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാകുന്നുണ്ട്, അവബോധം വരുന്നുണ്ട്, എന്താ ചെയ്യേണ്ട, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതം എന്താണ്, ഇനിയിപ്പം ഇതുവരെ എല്ലാം ഒരു സന്തോഷം ആയിട്ട് അടിച്ചു പൊളിച്ച് നടന്ന വ്യക്തിയാണെങ്കിൽ, ഇപ്പം എല്ലാം കൂടെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ച് കരുതി നടന്ന വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ അവർക്ക് പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അവർ ആഗ്രഹിച്ച തരത്തിലുള്ള ജീവിതം ഇപ്പോൾ ഇനി നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അവരിൽ നിന്ന് പല കാര്യങ്ങളും വിട്ടുപോയി. അതുകൊണ്ട് തന്നെ അവർ ഹാങ്ഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊരു ജസ്റ്റിസ് വേണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങളിൽ നിന്നും ജസ്റ്റിസ് വേണം. പല തലകീഴായി നിൽക്കുന്നുണ്ടെങ്കിലും അവരിപ്പോൾ എന്ത് തന്നെയാണ് ഒറ്റപ്പെടൽ അവസ്ഥയിലാണെങ്കിലും, ഏത് രീതിയിലാണ് മാനസികമായി വേദനിക്കുന്ന അവസ്ഥയിലാണെങ്കിലും അവരിപ്പോൾ ജസ്റ്റിസ് വേണം എന്ന് തേർഡ് പാർട്ടിയിൽ നിന്ന് എങ്ങനെയും മാറിപ്പോരണം എന്നാണ് അവർ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. ഒരു നൈറ്റ് ഓഫ് പെൻറ്റിക്കിളാണ്. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ, അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഒരു തടസ്സം, ലക്ഷ്യത്തിലേക്ക് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. മുന്നിൽ തടസ്സങ്ങളാണ്, പല പ്രശ്നങ്ങളും അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും പല തടസ്സങ്ങളും അവർക്ക് ലക്ഷ്യത്തിലേക്ക് പോകാൻ ഒരു തരത്തിലും സാധിക്കുന്നില്ല. അവർ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നന്നായിട്ട് പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങളും അവസാനിപ്പിക്കണം എന്ന് തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട്. പല ജീവിതത്തിലുണ്ടായ പല വേദന നിറഞ്ഞ സാഹചര്യങ്ങളെ അവസാനിപ്പിച്ച് മുന്നോട്ടേക്ക് തന്നെ പുതിയ വെളിച്ചത്തിലേക്ക് കടക്കണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളാണ്. തേർഡ് പാർട്ടിയിൽ നിന്ന് ഊരിപ്പോരാൻ ശ്രമിക്കുന്ന വ്യക്തിയെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും പല കാര്യങ്ങളും അവരെ അവസാനിപ്പിച്ച് പുതിയ തുടക്കത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതുവരെ പല നെഗറ്റീവായ സാഹചര്യങ്ങളുടെ പിന്നാലെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല വിഷമങ്ങളും അനുഭവിക്കേണ്ടി വന്നു.
പക്ഷേ അവർ ഇനി ഒരു ജീവിത വിജയം വേണമെന്ന് പല കാര്യങ്ങളും അവസാനിച്ചൊരു ജീവിത വിജയത്തിലേക്ക് കടക്കണം, ഈ നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്നാണ് അവരുടെ മനസ്സിൽ. തേർഡ് പാർട്ടിയിൽ നിന്ന് മാറി അവരാഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം ഒരു ഒക്കെ ജീവിതത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. അതാണ് അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ തേർഡ് പാർട്ടിയിൽ നിന്നും വിട്ട് നിങ്ങളിലേക്ക് വരുമോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 കാർഡ് വെക്കാം. അപ്പം അത് 2 കാർഡ് വെച്ചിട്ട് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക നിങ്ങൾ. അപ്പോൾ അത് ഫസ്റ്റ് കാർഡ് ഇത്, സെക്കൻഡ് കാർഡ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാർഡോ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തിട്ട് എടുത്ത് നോക്കാം. യെസ് ഓർ നോ ആണ് സെലക്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് കാർഡ് നോ എന്നാട്ടോ കാണുന്നത്. വരില്ല, തേർഡ് പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് വരില്ല എന്നാണ് കാണുന്നത്. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവർക്ക് യെസ് എന്നാണ് കാണുന്നത്. ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവർക്ക് നോ എന്നാണ് കാണുന്നത്. അവരൊരു ഫാമിലി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത്. സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരത് അവർ പിന്നെ ജീവിതത്തിലേക്ക് പഴയതൊക്കെ നിങ്ങൾ കൊടുത്ത സ്നേഹം തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നതാണ് സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തത്. മറ്റേത് അവർ ഫാമിലി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കില്ല, നിങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് റെസിനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. ബൈ. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അപ്പം ജോലിയിൽ ഉയർച്ച കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. പല കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.